വലൈക്കും വറഹ്മത്തുള്ളാഹ്. അഹങ്കാരത്തോടെയല്ലാതെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചേക്കാമോ? എന്താണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിൽ അള്ളാഹു 3 പേരിലേക്ക് നോക്കുകയില്ല. അതിലൊന്ന് അൽ മുസ്ബിൽ ഇസാറ, തന്റെ അരയുടുപ്പ് ഞെരിയാണിക്ക് താഴെ വലിച്ചു വെക്കുന്നവരാണ് എന്നുള്ളതിലേക്ക് സൂചന നൽകിക്കൊണ്ട് ഹദീത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നതായി കാണാം. അപ്രകാരം ആരെങ്കിലും തന്റെ വസ്ത്രം അഹങ്കാരപൂർവ്വം ഞെരിയാണിക്ക് താഴെ വലിച്ചു വെക്കുകയാണെങ്കിൽ എന്ന് പറയുന്നതായ ഹദീത്തുകളും കാണാവുന്നതാണ്. ഈ ഹദീത്തിന്റെ ഷറയിൽ ഇമാം നവവി പറയുന്നു, ലാ യജൂസു ഇസ്ബാലു തഹ്തൽ കഅബൈൻ ഇൻ കാന ലിൽ ഖുയല. അഹങ്കാരത്തോടു കൂടിയാണ് വസ്ത്രം ഞെരിയാണിക്ക് താഴെ വലിച്ചു വെക്കുന്നതെങ്കിൽ അത് അനുവദനീയമല്ല. ഫഇൻ കാന ലിഅയ്നിഹാ ഫഹുവ മക്റൂഹ്. എന്നാൽ അഹങ്കാരത്തോടു കൂടിയല്ല ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചു വെക്കുന്നതെങ്കിൽ അത് കറാഹത്താണ് എന്ന് നബവി ഇമാം പറയുന്നുണ്ട്. അദ്ദേഹം ഹദീസിൽ നിന്ന് അതിന് പ്രത്യേകമായി പരാമർശമുള്ളതായും പറയുന്നു. വദവാഹിറുൽ അഹദീസ് ഫീ തഖയീദിഹാ ബിൽ ജർരി ഖയല തദുല്ലു അലാ അന്ന തഹ്രീം മഖ്സൂസുൻ ബിൽ ഖയല. അഥവാ ഹദീസിൽ പ്രത്യേകമായി ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചു വെക്കുന്നത് അഹങ്കാരത്തോടെ എന്നുള്ളതായ പരാമർശം അത് ഹറാമാകുന്നത് അഹങ്കാരത്തോടെ ആണെങ്കിൽ മാത്രമാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നതായി കാണാം. എന്നാൽ ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെയുള്ളവരുടെ ഫത്വകൾ പരിശോധിക്കുമ്പോൾ അതിൽ മറ്റു ഹദീസുകൾ പഠന വിധേയമാക്കുന്നു. അദ്ദേഹം പറയുന്നു, മഅസ്ഫലുൽ കഅബൈൻ മിനൽ ഇസാർ ഫഹുവ ഫിന്നാർ. ഒരു ഹദീസിൽ ഞെരിയാണിക്ക് താഴെ ഇറങ്ങുന്നതായ അരയുടുപ്പിന്റെ അതല്ലെങ്കിൽ നമ്മുടെ വസ്ത്രങ്ങളുടെ ഞെരിയാണിക്ക് താഴെ ഇറങ്ങുന്നതായ ഭാഗം അത് നരകത്തിലാണ് എന്നുള്ളതിലേക്ക് സൂചന നൽകിക്കൊണ്ടുള്ള ഹദീസിനെ വിശകലനം ചെയ്ത് അദ്ദേഹം പറയുന്നു, വലം യഖുൽ ഇദാ കാന മുതകബ്ബിറ ഔ ഇദാ കാന മിനൽ ഖുയല. പ്രസ്തുത ഹദീസിലൊന്നും തന്നെ അത് അഹങ്കാരത്തോടുകൂടെ വലിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ അഹന്തയോടുകൂടി വലിച്ചു വെക്കുന്നത് എന്നൊന്നും പരാമർശിച്ചിട്ടില്ല. ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ ഞെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം നരകത്തിലാണ് എന്ന് മാത്രമാണ് പ്രസ്തുത ഹദീസിൽ പരാമർശിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ആരെങ്കിലും അഹങ്കാരത്തോട് കൂടെയല്ല ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചു വെക്കുന്നതെങ്കിൽ പോലും അത് നിഷിദ്ധമാണ് എന്ന് ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലുള്ളവർ പറയുന്നതായി കാണാം. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സൂചിപ്പിക്കുക, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമ വലാ യുസക്കിഹിം വലഹും അദാബുൻ അലീം അൽ മുസ്ബിൽ ഇസാറ. അള്ളാഹുവിന്റെ റസൂൽ 3 വിഭാഗം ആളുകൾ നാളെ പരലോകത്ത് അള്ളാഹു അവരിലേക്ക് നോക്കുകയില്ല, കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല, സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞ വിഭാഗത്തിൽ ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചു വെച്ചവർ എന്ന ഒരു വിഭാഗത്തെ പ്രത്യേകമായി പറഞ്ഞതായിട്ട് കാണാവുന്നതാണ്. അവിടെയും അള്ളാഹുവിന്റെ റസൂൽ അഹങ്കാരത്തോടുകൂടി എന്നുള്ളതായ പരാമർശം നടത്തുന്നില്ല. വലം യഖുൽ ഇദാ കാന മുതകബ്ബിറ. അള്ളാഹുവിന്റെ റസൂൽ അഹങ്കാരത്തോടുകൂടി എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞതായിട്ട് കാണാൻ സാധ്യമല്ല എന്ന് ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലുള്ളവർ പറയുന്നു. അതിനാൽ തന്നെ അഹങ്കാരത്തോടുകൂടെയാണെങ്കിലും അല്ലെങ്കിലും അത് നിഷിദ്ധമാണ്, അനുവദനീയമല്ല എന്നും പണ്ഡിതന്മാർ പരാമർശിക്കുന്നതായി കാണാം.